നമസ്കാരം, അഞ്ജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പത്രമൊക്കെ കൈപിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നും കൊണ്ടല്ല, പത്രവാർത്തയൊക്കെ കൃത്യമായിട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അല്ലേ? ഇപ്പോൾ ന്യൂസ് പേപ്പർ ബുക്ക് കീപ്പ് ചെയ്യുന്ന കാര്യവും എങ്ങനെ വേണം അത് തയ്യാറാക്കാൻ എന്നുള്ള കാര്യവും ഒക്കെ നമ്മളുടെ ചാനലിൽ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പത്രം കൊണ്ടുവരാനൊരു റീസൺ ഉണ്ട്. ഏപ്രിൽ 28 പത്രമാണ് കേട്ടോ, 2025 ഏപ്രിൽ 28 പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. അതായത് കായികാധ്യാപകരില്ലേ, പഠിപ്പിക്കാൻ ഇനി വീഡിയോ ഉണ്ട് എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത വന്നിരുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ പറയട്ടെ, നമ്മളുടെ അഞ്ജാസ് ടീച്ചിങ് ആസ്പിരൻസിൽ 2024-25 കാലയളവിൽ നടത്തിയിട്ടുള്ള നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോ ഒരെണ്ണം ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, കായിക സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ട് നമ്മൾ ഹെൽത്തി കിഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് SCERT നടപ്പിലാക്കിയ കാര്യമാണ് ഹെൽത്തി കിഡ്സ് എന്ന് പറയുന്നത്. കായിക അഭിരുചി വളർത്താനും അത് കായിക വിദ്യാഭ്യാസത്തിനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് SCERT കൊണ്ടുവന്നതാണ് ഹെൽത്തി കിഡ്സ് പദ്ധതി. ഇതുമായി ബന്ധമുണ്ട് ഈ ഒരു വാർത്തയ്ക്ക്. അതായത് ഹെൽത്തി കിഡ്സ് പദ്ധതി നിലവിൽ വന്നു, അത് SCERT ആണ് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി നമ്മളുടെ ഈ ഹെൽത്തി കിഡ്സ് എന്ന് പറയുന്ന പേരിൽ ഒരു വീഡിയോ പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, അപ്പർ പ്രൈമറി അതുപോലെ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിൽ കായികാധ്യാപകരില്ലാത്ത സ്കൂളുകളുണ്ട്. എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകരില്ല. അത്തരം സ്കൂളുകളിലെ കുട്ടികളുടെ കായിക വിദ്യാഭ്യാസം സുഗമമായി നടത്തേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതല്ലെങ്കിൽ ഇതര അധ്യാപകർക്ക് കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള വീഡിയോസിൻ്റെ ഒരു പരമ്പരയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് കുട്ടികൾക്ക് സ്വയം പരിശീലിപ്പിക്കാനാവും, അതുപോലെ തന്നെ നമ്മളുടെ ഇതര വിഷയങ്ങളുടെ അധ്യാപകർക്ക് അവരെ പരിശീലിപ്പിക്കാനുമാകും. കായിക വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മളുടെ പുതിയ പാഠ്യപദ്ധതി കൊടുക്കുന്നുണ്ട് എന്നതൊന്ന് നോക്കി വെച്ചിരിക്കുക. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തണം. അതുപോലെ നമ്മൾ മുൻപ് ചെയ്തിരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽസ് കുറച്ചുകൂടിയുണ്ട്, അതും ഒന്ന് കണ്ടുവച്ചിരിക്കുക. ഈ വാർത്തയിലൂടെ ഒന്ന് കണ്ണോടിക്കുക കേട്ടോ. റീസൺ ഇതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ തനതായ രീതിയിൽ നോട്ട്സുകൾ തയ്യാറാക്കി അതേക്കുറിച്ചൊന്ന് പ്രിപ്പയർ ആവുക. ഓക്കെ.